അദ്ദർസുൽ അവ്വലു ഒന്നാമത്തെ പാഠം. ഹാഷിമുൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അള്ളാൻ്റെ പീസ്. അലൈക്കും അസ്സലാമു എന്ന് പറഞ്ഞാൽ സമാധാനം. അലൈക്കും നിൻ്റെ മേൽ ഉണ്ടാകട്ടെ, അല്ല നിൻ്റെ മേലാകുന്നു. വാവ് ആൻഡ് റഹ്മത്തുള്ളാഹ് അള്ളാൻ്റെ റഹ്മത്ത്. വ ബറക്കാത്ത് ബറക്കാത്ത് അനുഗ്രഹങ്ങൾ. ഹു അവൻ്റെ അനുഗ്രഹങ്ങൾ. അപ്പോൾ അള്ളാൻ്റെ ബ്ലെസ്സിങ്സും അള്ളാൻ്റെ റഹ്മത്തും അവൻ്റെ അനുഗ്രഹങ്ങളും അവൻ്റെ സലാമും. അസ്സലാമു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സമാധാനമാണ് കേട്ടോ. അസ്സലാം എന്ന് പറഞ്ഞാൽ സമാധാനം. അസ്സലാമു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സമാധാനം. അസ്സലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സമാധാനം. അതൊരു മാരിഫാണ് കേട്ടോ. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എവിടെയോ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വബറകാതുഹു. അപ്പോൾ എന്താ പറഞ്ഞത്? സമാധാനവും അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ ബർക്കത്തും നിൻ്റെ മേൽ ഉണ്ടാകട്ടെ. ദ പീസ് ആൻഡ് the blessings of Allah and His mercy, അല്ല His mercy of Allah and His blessings upon you നിൻ്റെ മേൽ ഉണ്ടാകട്ടെ. ഇനി നമുക്കത് ഇറാബ് ചെയ്ത് നോക്കാം കേട്ടോ. അസ്സലാമു മുബ്തദഅ മർഫൂഉൻ. സമാധാനത്തിനെ കുറിച്ചിട്ട് അതെ. അസ്സലാമു മുബ്തദഅ മർഫൂഉൻ. മുബ്തദഅ മർഫൂഉൻ അല്ലേ? അതെ. അലൈക്കും അല പ്ലസ് അൻതും ആണ് അലൈക്കും അല്ലേ? ജാറുൻ വ മജ്റൂറുൻ ഷിബുഹ് ജുംല ഖബർ. വാവ് ഹർഫുൽ അത്ഫ്. റഹ്മത്തു മഅതൂഫുൻ അലാ അസ്സലാമു. അസ്സലാമിലേക്ക് അത്ഫ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. വഹുവ മുലാഫ്. അല്ലാഹു ലഫ്ലുൽ ജലാല അല്ലെങ്കിൽ ഇസ്മുൽ ജലാല. മുലാഫുൻ ഇലൈഹി മജ്റൂറുൻ. വാവ് ഹർഫുൽ അത്ഫ്. ബറകാത്ത് ബറകാത്ത് മഅതൂഫുൻ അലാ അസ്സലാമു. മഅതൂഫുൻ അലാ അസ്സലാമു. അസ്സലാമിലേക്ക് അത്ഫ് ചെയ്തു. മഅതൂഫാണ് കേട്ടോ. വഹുവ മുലാഫ്. അൽ ഹാഉ ബറകാതുഹു എന്നില്ല ലാസ്റ്റ്. അൽ ഹാഉ മുലാഫിൻ ഇലൈഹി മജ്റൂർ. അപ്പോൾ അത് അറ്റാച്ച്ഡ് പ്രോനൗൺ ആണ്, അത് മബനിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുലാഫിനിലേക്ക് നമുക്ക് കാണാൻ ജെറിൻ്റെ അടയാളം നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റൂല, മബിനി ആയതുകൊണ്ട് കേട്ടോ. ജെറിൻ്റെ അടയാളം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ ഖാലൽ മുദർരിസു അധ്യാപകൻ പറഞ്ഞു. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ സലാമും അള്ളാഹുവിൻ്റെ റഹ്മത്തും അവൻ്റെ ബർക്കത്തും നിൻ്റെ മേലും ഉണ്ടാകട്ടെ. ഇവിടെ കണ്ടോ അലൈക്കും എന്ന് പറഞ്ഞാൽ ബാബു ഹർഫുൽ അത്ഫ്. അലൈക്കും ജാറുൻ വ മജ്റൂറുൻ ഷിബുഹ് ജുംല ഖബർ മുഖദ്ദം. ഈ ഖബർ മുന്നിൽ വരാൻ കാരണം എന്താ? നിന്റെ മേൽ. അതിനെ എംഫസൈസ് ചെയ്ത് പറയണം. നിന്റെ മേൽ. അപ്പൊ നിന്റെ അതിന് പ്രിയോറിറ്റി കൊടുത്തു. അതിനാണ് എംഫസൈസ് ചെയ്ത് നിന്റെ മേലുണ്ടാകട്ടെ എന്നാണ് കേട്ടോ. അലൈക്കും മുസ്സലാം. അവിടെ അലൈക്കും ജാറുൻ വ മജ്റൂറുൻ ഷിബുഹ് ജുംല ഖബർ മുഖദ്ദം. മീമിന് ദൊമ വരാൻ കാരണം ഇൽത്തിക്കാ ഉസാക്കിനൈൻ ആയതുകൊണ്ട് കേട്ടോ. മീമിന് ദൊമ വരാൻ കാരണം ഇൽത്തിക്കാ ഉസാക്കിനൈൻ ആയതുകൊണ്ട്. അസ്സലാമു മുബ്തദഅ മുഅഖർ. വാവു ഹർഫുൽ അത്ഫ്. മുബ്തദഅ മുഅഖർ മർഫൂഉൻ. വാവു ഹർഫുൽ അത്ഫ്. അസ്സലാമു റഹ്മത്തു മഅതൂഫുൻ അലാ അസ്സലാമു വഹുവ മുലാഫ്. അല്ലാഹു ലഫ്ദുൽ ജലാല മുലാഫിൻ ഇലൈഹി മജ്റൂറുൻ. വാവു ഹർഫുൽ അത്ഫ്. ബറകാത്തു മഅതൂഫുൻ അലാ അസ്സലാമു വഹുവ മുലാഫ്. അൽ ഹാഉ മുലാഫിൻ ഇലൈഹി മജ്റൂറുൻ. രണ്ട് മാത്തൂഫ് ഉണ്ട്. അതെ, രണ്ടെണ്ണം മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിനോട് നമ്മൾ പറയുന്നില്ലേ? സലാമും പിന്നെ റഹ്മത്തുള്ളയും ഹിസ് ബർക്കത്തും അവന്റെ ബ്ലെസ്സിങ്സ്. രണ്ട് മാത്തൂഫ് എല്ലാതും മാത്തൂഫ് എന്നാണ് പറയാ. മാത്തൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ഫ് ചെയ്യപ്പെട്ടതാണ് മാത്തൂഫ്. അപ്പൊ ഈ റഹ്മത്തായിക്കോട്ടെ ബർക്കത്തായിക്കോട്ടെ രണ്ടും മാത്തൂഫാണ്. രണ്ടും അത്ഫ് ചെയ്യപ്പെട്ടതാണ്. പക്ഷെ പിന്നെ നമ്മൾ ഏതിലേക്ക് അത്ഫ് ചെയ്ത് എന്ന് പറയുമ്പോഴാണ് മഅതൂഫുൻ അലാ എന്ന് പറയുന്നത്. ഏതിലേക്കാണോ അത്ഫ് ചെയ്തത് അതുകൊണ്ടാണ് മഅതൂഫുൻ അല്ലെങ്കിൽ അലൈഹി അതിലേക്ക് അത്ഫ് ചെയ്ത്. അങ്ങനെയും ചിലവർ പറയും. മഅതൂഫുൻ അലൈഹി എന്നും ചിലവർ പറയാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഏതിലേക്ക് അത്ഫ് ചെയ്യപ്പെട്ടതാണോ അതാണ് കേട്ടോ.
അപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞത്? ഖാല ഹാഷിമുൻ, ഹാഷിം പറഞ്ഞ് കൈഫ ഹാലുക യാ ഉസ്താദു, ആ ഹൗ ആർ യു മൈ ടീച്ചർ, എൻ്റെ അല്ല മൈ ഇല്ല കേട്ടോ, ടീച്ചറോ ടീച്ചർ ഹൗ ആർ യു, താങ്കളുടെ ഹാല് എന്താണ് ഉസ്താദേ, താങ്കളുടെ ഹാല് എന്താണ് ഉസ്താദേ, താങ്കളുടെ ഹാല് എന്താണ്. കൈഫ എന്നുള്ളത് ഇസ്മുൽ ഇസ്തിഫാം, ചോദ്യം ചോദിക്കാനുള്ള ഇസ്മാണ്. കൈഫ ഇസ്മുൽ ഇസ്തിഫാം മബനിയുൻ അലൽ ഫത്ഹി, ഹാലു മുലാഫ്, ഖ അൽ കാഫു, അങ്ങനെയാണ് പറയാം. ഒറ്റ ലെറ്റർ ആകുമ്പോൾ ആ ലെറ്ററിൻ്റെ പേരാണ്. അൽ കാഫു മുദാഫുൻ ഇലൈഹി മജ്റൂർ, ജെറിൻ്റെ അടയാളം കാണൂല കേട്ടോ മബിനി ആയതുകൊണ്ട് കേട്ടോ. അൽ കാഫു ശരിക്കും നമ്മളെങ്ങനെ പറയാം? ദമീറുൻ മുൻഫസിലുൻ മബനിയുൻ അലൽ ഫതഹി അല്ലേ, അറ്റാച്ച് ചെയ്ത കാഫല്ലേ അത്. ദമീറുൻ മുൻഫസിലുൻ മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി ജെറിൻ മുദാഫുൻ ഇലൈഹി, ജെറിൻ്റെ സ്ഥാനത്താണ്, അത് മുദാഫുൻ ഇലൈഹിയാണ്. യാ ഹർഫു നിദാ മബനിയുൻ അലസ്സുകൂനി, യാ ഹർഫു നിദാ മബനിയുൻ അലസ്സുകൂനി, വിളിക്കാനുള്ള ഒരു ലെറ്ററാണ് യാ എന്നത്. ഉസ്താദു മുനാദ, മുനാദ എപ്പോഴും മൻസൂബായിരിക്കും, പക്ഷെ ദൊമ്മയിൽ മബനി ഒറ്റ പദമാകുമ്പോൾ അങ്ങനെയാണ്. ഉസ്താദു മുനാദ മബനിയുൻ അലൽ ദൊമ്മി ഫി മഹല്ലി നസ്ബിൻ, അങ്ങനെയാണ് ശരിക്കും പറയാം കേട്ടോ. ഉസ്താദു മുനാദ, അത്രയും പറയാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഉസ്താദു മുനാദ എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ലഅല്ലക ബിഖൈരിൻ, താങ്കൾ ഹൈറിലായേക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, താങ്കൾ ഹൈറിലാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് യു ആർ ഫൈൻ, ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്കൾ ഹൈറിലാകുമെന്ന്. ഇവിടെ ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ ഇവിടെ ഇതിനെ പറയാ ലഅല്ല എന്നുള്ളത് എന്താണ്? ഇന്നെൻ്റെ സിസ്റ്ററാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നെൻ്റെ സിസ്റ്ററാണ് അല്ല. അപ്പോൾ നമ്മൾ പറയാം ഇവിടെ പ്രതീക്ഷ ആവുമ്പോൾ, പ്രതീക്ഷ അല്ലാതെയും വരൂ കേട്ടോ. അല്ല അത് ഞാൻ അയച്ചു തന്നെ. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത് തർജി മാത്രമേ ഉള്ളൂ, പ്രതീക്ഷ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അല്ലനെ പറയാം ഹർഫു തർജി, ഒരു പ്രതീക്ഷയെ കാണിക്കാനുള്ള ഹർഫാണ് അല്ലേ. ഇന്നേയും ഇന്നേൻ്റെ സഹോദരിമാരൊക്കെ ഹർഫുകളാണ്. അപ്പോൾ അത് ഇന്നൻ്റെ സഹോദരിമാരിൽ പെട്ടതാണ് അല്ല. അതിനെ ഇറാബ് ചെയ്യുമ്പോൾ ഹർഫു തർജി അല്ല, ഹർഫു തർജി. പിന്നെ മിൻ അഖവാത്തി ഇന്നയുടെ സഹോദരിമാരിൽ പെട്ടതാണ്, അങ്ങനെയും പറയാം. ഹർഫു തർജി അല്ലെങ്കിൽ പ്രതീക്ഷ, ഹോപ്പ്, ഹർഫു തർജി പ്രതീക്ഷയെ കാണിക്കണം. ഇന്ന ഹർഫു തൗക്കീദാണ്, ഉറപ്പിച്ചു പറയാനുള്ളതാണ് ഹർഫു തൗക്കീദ്. പിന്നെ ഇത് നസ്ബിന്റെ ലെറ്ററും കൂടിയിട്ടാണ്, കാരണം അതിന് ശേഷം അതിന് നസ്ബു ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ താങ്കൾ ഹൈറിലാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പ്രതീക്ഷയില്ല. അപ്പോൾ ഹർഫു തർജി, ഈ എല്ലക്ക് തന്നെ ഹർഫുൽ ഇഷ്ഫാഖ് എന്നൊക്കെ അർത്ഥം വരും. ഇപ്പോൾ അവനക്കൊരു അസുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു, അപ്പോൾ ലഅല്ലക മരീളുൻ എന്ന് പറയും ചിലപ്പോൾ. ഇപ്പോൾ ഏതൊരു ബുക്കിൽ വായിച്ചു പോയി, ലഅല്ലക മരീളുൻ, അവനക്ക് അസുഖമായിരിക്കുന്നു, ഞാൻ ഭയപ്പെടുന്നു. ഐ ആം അഫ്രൈഡ് ഹീ ഈസ് സിക്ക്, ഞാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഹീ ഈസ് സിക്ക് അവൻ. അപ്പോൾ നമ്മൾ എന്താ പറയുക? ഹർഫു തർജി അല്ല പറയാം, ഹർഫുൽ ഇഷ്ഫാഖ് എന്നാണ് പറയുക. ഒരു ഭയത്തിനെ കാണിക്കുന്നു ഇഷ്ഫാഖ്. ഇവിടെ നമുക്ക് തർജി മാത്രം തൽക്കാലം ഉള്ളൂ കേട്ടോ, ഹർഫു തർജി. പിന്നെ നമുക്ക് മിൻ അഖവാത്തി ഇന്ന, വേറെ ഒന്നുകൂടി പറയാം, മബനിയുൻ അലൽ ഫതഹി ലഅല്ല. ഇനി അൽ കാഫു, കാഫ് എന്താണ്? താങ്കൾ. എന്താണ് താങ്കൾ? കാഫു ദമീറുൻ മുത്തസിലുൻ മബനിയുൻ അലൽ ഫതഹി, നമുക്കറിയാലേ ഫതഹിൽ മബനിയുൻ ഫി മഹല്ലി നസ്ബിൻ, നസ്ബിൻ്റെ മഹല്ലിലാണ്. കാരണം എന്താ? ഇസ്മു ലഅല്ല, ലഅല്ലേൻ്റെ ഇസ്മാണ് കാഫ്. അത്രയും പറയാൻ ബുദ്ധിമുട്ടുള്ളവരിങ്ങനെ പറയാം അൽ കാഫു ഇസ്മു ലഅല്ല മൻസൂബുൻ. അല്ലാത്തവർ പറയണം അൽ കാഫു ദമീറുൻ മുത്തസിലുൻ മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി നസ്ബിൻ ഇസ്മു ലഅല്ല. ഓക്കെ, പ്രയാസമുള്ളവർ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും മനസ്സിലാക്കി വെക്കുക. ലഅല്ല ഹർഫു തർജിയാണ്, അൽ കാഫു ഇസ്മു ലഅല്ലയാണ്. ബി ഹൈരിൻ, ബി ഹർഫു ജറാണ്, ഹൈരിൻ ഇസ്മുൻ മജ്റൂറുനാണ്. ബി ഹൈരിൻ ജാറുൻ വ മജ്റൂറുൻ. പിന്നെ ഖബറു ലഅല്ല, ഖബറു ലഅല്ല ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംലയാണ്, അത്രയും പറഞ്ഞില്ല. ജാറുൻ വ മജ്റൂറുൻ ഖബറു ലഅല്ല. മറ്റൊരു രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാം ബി ഖൈറിൻ ജാറുൻ വ മജ്റൂറുൻ ഫീ മഹല്ലി റഫ്ഇൻ ഖബറു ലഅല്ല. റഫ്ഇൻ്റെ സ്ഥാനത്താണ്, കാരണം ഖബറു ലഅല്ലയാണ്. കാരണം ഇസ്മു ലഅല്ല മൻസൂബുൻ ഖബറു ലഅല്ല മർഫൂഉൻ. ഇന്ന
ഒരു ജുംലയിൽ കയറി കഴിഞ്ഞാൽ ആദ്യത്തെ ഇസ്മിനെ എന്താക്കും, ആ മുബത്തദനെ അതിൻ്റെ ഇസ്മാക്കും, അത് മൻസൂബായിരിക്കും. ഖബറിനെ അതിൻ്റെ ഖബറാക്കും, ഏതാണോ ഹർഫ് കയറിയത് അതിൻ്റെ ഖബറാക്കും, അത് മർഫു ആക്കും. അപ്പം ജാറുൻ വ മജ്റൂറുൻ ആയാലും അതെന്താണ്, റഫിൻ്റെ സ്ഥാനത്താണ്. കാരണം ലഅല്ലൻ്റെ ഇസ്മ് മൻസൂബും ലഅല്ലൻ്റെ ഖബർ മർഫൂമാണ്. അപ്പോൾ ബിഖൈരിൻ ജാറുൻ വ മജ്റൂറുൻ ഫി മഹല്ലി റഫ്ഇൻ ഖബറു ലഅല്ല, അതാണ് കറക്റ്റ് പറയേണ്ടത് കേട്ടോ. ജാറുൻ വ മജ്റൂറുൻ ഫി മഹല്ലി റഫ്ഇൻ ഖബറു ലഅല്ല. ബുദ്ധിമുട്ടുള്ളവർ കാഫ് ഇസ്മു ലഅല്ല ബിഖൈരിൻ ജാറുൻ വ മജ്റൂറുൻ ഖബറു ലഅല്ല കേട്ടോ. അത്ര പറഞ്ഞാൽ മതി. ക്ലിയർ അല്ലേ? അടുത്തത് ഖാലൽ മുദർരിസു, അധ്യാപകൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതികളും, ഓൾ പ്രൈസസ് ടു ബി അള്ളാഹ്, അല്ലെങ്കിൽ ബിലോങ്സ് ടു അള്ളാഹ്, എല്ലാ സ്തുതികളും അള്ളാഹുവിനാകുന്നു. നമ്മളങ്ങനെയാണല്ലോ പറയുന്നതിൻ്റെ മറുപടി. എന്താ ഹാലും ചോദിക്കുമ്പോൾ അൽഹംദു മുബത്തദ മർഫൂഉൻ, മുബത്തദ ഉൻ എന്നാണ് കേട്ടോ ശരിക്കും, മുബത്തദ എന്നിങ്ങനെ പറയുന്നുള്ളൂ. മുബത്തദ ഉൻ മർഫൂഉൻ, ലില്ലാഹി ലി ഹർഫു ജർ, അല്ലാഹു ഇസ്മു മജ്റൂർ, ഇസ്മുൽ ജലാല ഇസ്മുൻ മജ്റൂറുൻ, ലില്ലാഹി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. അവിടെയും നമ്മൾ ഇങ്ങനെ പറയണം എന്നാണ് ശരിക്കും റൂള്. ലില്ലാഹി ജാറുൻ വ മജ്റൂറുൻ ഫി മഹല്ലി റഫിൻ ഖബർ. ഖബർ എപ്പോഴും റഫാണ്, മർഫുവാണ്, അതിങ്ങനെ പറയാം. നമ്മളങ്ങനെ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല, ഇങ്ങനെ പറഞ്ഞാലും മതി. വകൈഫ ഹാലുക അൻത യാ ഹാഷിമു, ഹാഷിം, ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ ഹാഷിം, എന്താ പറയുന്നത്? ഓ ഹാഷിം, ഹൗ ഈസ് യുവർ ഹാൽ, എങ്ങനെയാണ് നിൻ്റെ ഹാലൊക്കെ, നിൻ്റെ അവസ്ഥയൊക്കെ എന്താണ്, നിൻ്റെ എന്താ പറയുക, നിൻ്റെ അവസ്ഥ എന്താണെന്ന് അല്ലേ, നിൻ്റെ അവസ്ഥ എന്താണ് ഹാഷിമേ, എങ്ങനെയാണെന്ന് അല്ലേ, അങ്ങനെയാണ്. ഇതന്നെ സുഖാണോ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത് കേട്ടോ. വാവ് ഹർഫുൽ അത്ഫ് മബനിയുൻ അലൽ ഫതഹി, കൈഫ എങ്ങനെ, ഇസ്മുൽ ഇസ്തിഫാം ചോദ്യം ചോദിക്കാനുള്ള ഇസ്മാണ്, ഇസ്മുൽ ഇസ്തിഫാമി മബനിയുൻ അലൽ ഫതഹി, ഹാലു ഹാലു മുദാഫുൻ അൽ കാഫു മുദാഫുൻ ഇലൈഹി, അൻത എന്നത് ദമീറുൻ മുൻഫസിലുൻ മബനിയുൻ അലൽ ഫതഹി. സാധാരണ ഈ ഹർഫിന് ഇതാ ഹാഷിമു മുനാദ, സാധാരണ ഈ അന്ത അവിടെ വരേണ്ട ആവശ്യമില്ല. കൈഫ ഹാലുക്ക ഹാഷിമു എന്ന് പറഞ്ഞാലും അർത്ഥം കിട്ടും. ഇവിടെ ഒരു തൗക്കീദിൻ്റെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു എംഫസൈസ് ചെയ്തിട്ട് ഉറപ്പിച്ചത്, നിൻ്റെ ഹാൽ എന്താ, അങ്ങനെ ഒരു എംഫസൈസിനാണ് അന്ത വന്നിരിക്കുന്നത് കേട്ടോ. അന ഉഹിബുക കസീറൻ യാ ഹാഷിമു, ഞാൻ നിന്നെ വളരെ അധികം ഇഷ്ടപ്പെടുന്നു. ഹാഷിമേ, ഞാൻ ഒരു മിനിറ്റ് കേട്ടോ, ഹാഷിമേ നിന്നെ ഞാൻ വളരെ അധികം ഇഷ്ടപ്പെടുന്നു. അന ഉഹിബുക, ഐ ലവ് യു, കസീറൻ ലോട്ട് മോർ, ധാരാളം. യാ ഹാഷിമു, ഹാഷിമേ ഞാൻ നിന്നെ ധാരാളം ഇഷ്ടപ്പെടുന്നു. അന എന്താ ഇറബേട്ട, അന ضمير منفصل مبني على السكون في محل رفع مبتدأ. أنا مبتدأ أنا أحبك, أحب يحب, أحب എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു, അവൻ ഇഷ്ടപ്പെട്ടു. യുഹിബു ആണ് അതിൻ്റെ മുളാരി, അവൻ ഇഷ്ടപ്പെടുന്നു. യുഹിബു യുഹിബാനി യുഹിബൂന അങ്ങനെ പറഞ്ഞിട്ട് ഉഹിബു എത്തും, ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ മുളാരി ആയില്ലേ ഉഹിബു. മുളാരി നിങ്ങൾ പഠിച്ചിട്ടില്ല കേട്ടോ, പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണേ. ഫിഅലുൻ മുളാരി ഉൻ മർഫൂ ഉൻ ബി ലൊമ്മത്തി ട്ടാ, ലൊമ്മയിൽ റഫ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലായി. അതിൻ്റെ ഫായിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ, അതിൻ്റെ ഫായിൽ ഉഹിബുവിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഫായിലുൻ മുസ്തത്തിറുൻ തഖ്ദീറുഹു ഹുവ, അതിപ്പോൾ പഠിക്കാൻ വരുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒരു വാക്കൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ അത് മുളാരി ആയ ഫിയലാണെന്ന് മനസ്സിലാക്കുക. ഉഹിബു എന്നുള്ളത് ഫിയലുൻ മുളാരി ഉൻ മർഫു ആണ്, മാലി പോലെ മബനി അല്ല മുളാരി, മർഫു ഉൻ ബി ലൊമ്മത്തി. ഉഹിബു ബാക്കി ലൊമ്മ മർഫു ആണ്. വൽ ഫായിൽ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് ലമീറുൻ മുസ്തത്തിറുൻ തഖ്ദീറുഹു ഹുവ, അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഹുവ എന്ന അന എന്ന ലമീറാണ് ഫായിൽ കേട്ടോ, അങ്ങനെ ഓർത്ത് വെക്കുക. കസീറൻ എന്നുള്ളത് മഫൂലുൻ മുത്തലക്ക്, അത് പിന്നീട് പഠിക്കാം. യാ ഹർഫുൻ ഇദാ ഹാഷിമു മുനാദ. ഇവിടെ അന എന്നത് മുബത്തദയാണ് അല്ലേ, മുബത്തദ. ഇനി ഖബർ ഉഹിബുക എന്ന ഫിഅലാണ് ഖബർ കേട്ടോ, ജുംലത്തുൽ ഫിഅലിയ ഖബറായി വന്നിരിക്കുന്നു. അന എന്ന മുബത്തദയുടെ ഖബർ ജുംലത്തുൽ ഫിഅലിയ ഉഹിബുക, ആ ജുംലത്തുൽ ഫിഅലിയയാണ് അതിൻ്റെ ഖബർ കേട്ടോ. ക്ലിയർ ആയോ? ഖബർ കസീറുൻ മഫൂലുൻ മുത്തലഖ് യാ ഹർഫുൻ ഇദാ ഹാഷിമു മുനാദ.
ഇന്നക താലിബുൻ ദകിയുൻ വമുജ്തഹിദുൻ വദൂ ഖുലുഖിൻ. സെന്റൻസ് കംപ്ലീറ്റ് ആക്കാട്ടാ. ഇന്നക തീർച്ചയായും നീ, ഇൻഡീഡ് അല്ലെങ്കിൽ സെർട്ടൻലി യു തീർച്ചയായും നീ, താലിബുൻ വിദ്യാർത്ഥിയാണ്. ദക്കിയുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, ഇൻ്റലിജൻ്റ് ബുദ്ധിമാനായ. മുജ്തഹിദുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർഡ് വർക്കിംഗ് പരിശ്രമശാലിയായ, ബുദ്ധിമാനും പരിശ്രമശാലി. ദൂ ഖുലുഖിൻ, ഖുലുഖിൻ എന്ന് പറഞ്ഞാൽ സ്വഭാവം, നല്ല സ്വഭാവം. ഖുലുഖിൻ ദൂ ഖുലുഖിൻ നല്ല സ്വഭാവമുള്ള, ഗുഡ് മാനേർഡ്. ഓക്കെ, ഇൻഡീഡ് യു ആർ എ സ്മാർട്ട്, ഹാർഡ് വർക്കിംഗ് ആൻഡ് ഗുഡ് മാനേർഡ് സ്റ്റുഡൻറ്റ്. തീർച്ചയായും നീ ബുദ്ധിമാനും പരിശ്രമശാലിയും നല്ല സ്വഭാവം ഉള്ളവനുമായ വിദ്യാർത്ഥി ആകുന്നു. തീർച്ചയായും നീ ബുദ്ധിമാനും പരിശ്രമശാലിയും നല്ല സ്വഭാവവും ഉള്ളതായ വിദ്യാർത്ഥിയാകുന്നു. കണ്ടോ, താലിബുൻ്റെ നേരത്താണ് 3 നേത്തുസാനി നേത്തുസാലിസൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നോക്കാം. ഇന്ന തീർച്ചയായും, തീർച്ചയായും ഇന്ന നമ്മളെങ്ങനെ പറയും? ഹർഫു തൗക്കീദിൻ വനസ്ബിൻ, ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. ഇന്ന അൽ കാഫ് എന്താ? അൽ കാഫു ഇസ്മു ഇന്ന മൻസൂബുൻ. നന്നായിട്ടൊന്നും പറയുകയാണെങ്കിൽ അൽ കാഫു ദമീറുൻ മുത്തസിലുൻ മബനിയുൻ അലൽ ഫതഹി. ഫതഹയിൽ മബനിയായ അറ്റാച്ച്ഡ് പ്രോനൗണാണ് കാഫ്. ഫി മഹല്ലി നസ്ബിൻ ഇസ്മു ഇന്ന, നസ്ബിൻ്റെ മഹലിലാണ്, കാരണം അത് ഇന്നയുടെ ഇസ്മാണ്. ക്ലിയർ. താലിബുൻ ഖബറു ഇന്ന മർഫൂഉൻ. അവിടെ ഒറ്റ പദമാണ്, അപ്പോൾ റഫ് കാണാൻ പറ്റും അല്ലേ, ദൊമ്പത്തേനുണ്ട് അല്ലേ. ഖബറു ഇന്ന മർഫൂഉൻ. ദകിയുൻ, ദകിയുൻ നഅത്തുൻ മർഫൂഉൻ. താലിബുൻ എന്നതിൻ്റെ നഅത്താണ് ദകിയുൻ. ദകിയുൻ കണ്ടോ, ബുദ്ധിമാനായ. ദകിയുൻ നഅത്തുൻ മർഫൂഉൻ. വാവ് ഹർഫുൽ അത്ഫ്. മുജ്തഹിദുൻ നഅത്തുസാനി എന്നും പറയാം, പിന്നെ അല്ലെങ്കിൽ മഅതൂഫുൻ അലാ ദകിയുൻ. ദക്കിയിലേക്ക് അത്ഫ് ചെയ്തിട്ട് പറയാം, വാവുള്ളത് കൊണ്ട് അത്ഫ് ചെയ്തിട്ട് പറയാം. മഅതൂഫ്, അത് മഅതൂഫാണ്. എന്തിലേക്ക് മഅതൂഫാണ്? അലാ താലിബുൻ അല്ലല്ലോ. എങ്ങനെ പറയും? സിഫ പറയും. സിഫത്തുൻ, സിഫത്തുൻ. സിഫ പറയുമ്പോൾ സിഫ പറയുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ, നാത്ത് ഞാൻ കുറേ ഇതിൽ കണ്ട നാത്ത് എന്നാണ്. സിഫത്തിന് കുറച്ച് കുറവാണ് കാണുന്നത്. കൂടുതൽ ഭാഷയിൽ നാത്ത് ഉപയോഗിക്കാറില്ല, സിഫയാണ് ഉപയോഗിക്കുക. പക്ഷേ ഇറാബിൻ്റെ ഗ്രന്ഥങ്ങളിലോ അതിൽ നെറ്റിലോ കാണുമ്പോൾ നാത്താണ് ഉപയോഗിക്കുന്നത്. പിന്നെ അത് നമ്മൾ സാധാരണ നാത്ത് പറയുമ്പോഴേ നാത്തുൻ മർഫൂഉൻ എന്നൊക്കെ പറയണം. ഏതാണ് റഫാണെങ്കിൽ റഫ് അങ്ങനെ പറയണം. എന്നിട്ട് നമ്മൾ റഫിൻ്റെ അടയാളം എന്ന് പറയും, അലാമത്തു റഫ് ഇഹി എന്നൊക്കെ പറയുമ്പോൾ റഫിൻ്റെ അടയാളം അലാമത്തു റഫ് ഇഹി. പക്ഷെ റഫ് ഇഹ എന്നൊക്കെ പറയണം, കാരണം നാത്ത് മസ്കുലൈനാണ്. സിഫ എന്ന് പറയുമ്പോൾ താമർബൂത്തല്ലേ, ഫെമിനിനാണ്. അപ്പൊ ഹാ ഒക്കെ ശ്രദ്ധിക്കണം. അപ്പൊ എനിക്ക് ആ ഒരു ശ്രദ്ധ കുറവാണ്. അത് നാത്താണ് കുറച്ചുകൂടി എനിക്ക് പറയാനുള്ള. ഫസ്റ്റ് പഠിച്ച ക്ലാസ്സിൽ ഇങ്ങനെ ടീച്ചർ മൗസൂഫ് സിഫ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യം എനിക്ക് കൺഫ്യൂഷൻ ആണ്. ധന ധാന ഇല്ല, ഫസ്റ്റ് തുടക്കത്തിൽ ഇങ്ങനെ പറയും. ഇപ്പൊ ടീച്ചറുടെ അന്ന് ചോദിച്ചു ടീച്ചർ അവര് അതിൽ ടീച്ചർ പറയും ഏതെങ്കിലും ചില ക്ലാസ്സിൽ നാറ്റ് മനൂത്ത് പറഞ്ഞാലും കൺഫ്യൂഷൻ പറഞ്ഞു ഓർമ്മ കൊണ്ട് എന്തായാലും കുഴപ്പമില്ല. സിഫത്തുൻ കുഴപ്പമില്ല. സിഫത്തുൻ മർഫൂഉൻ അല്ലേ, സിഫത്തുൻ മർഫൂഉൻ അങ്ങനെ ആയാലും കുഴപ്പമില്ല. മഅതൂഫുൻ അലാ ദകിയുൻ. വാവ് ഹർഫുൽ അത്ഫ്. ദു മഅതൂഫുൻ അലാ ദകിയുൻ. ശ്രദ്ധിക്കണേ. വഹുവ മുളാഫ് ഖുലുഖിൻ മുളാഫുൻ ഇലൈഹി. ദു എന്ന് പറഞ്ഞാൽ ഉള്ള, സാഹിബ് എന്നൊക്കെയുള്ള അർത്ഥം. മലിക് സാഹിബ്, സ്വഭാവം ഉള്ളത്. അമിൻ പാകിസ്ഥാന അൻത അമിനൽ ഹിന്ദി യാ ഹാഷിമു. ഹാഷിമേ നീ പാകിസ്ഥാനിൽ നിന്നാണോ അതോ ഇന്ത്യയിൽ നിന്നാണോ? ഹാഷിമേ നീ പാകിസ്ഥാനിൽ നിന്നാണോ അതോ നീ ഇന്ത്യയിൽ നിന്നാണോ? ഹംസ ഹർഫുൽ ഇസ്തിഫാം മബനിയുൻ അലൽ ഫതഹി. മിൻ പാകിസ്ഥാന ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ മുഖദ്ദം. പറയാം. പാകിസ്ഥാന എന്നത് മംനൂ മിന സർഫാണ് കേട്ടോ. മിൻ ഹർഫു ജർറ് പാകിസ്ഥാന ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജർഹി അൽ ഫതഹ. കാരണം എന്താ?
കാരണം ലി അന്നഹു മിൻ മംനൂ മിന സർഫ്, അത് മംനൂ മിന സർഫിൽ നിന്നാണ്. മംനൂ മിന സർഫ് ലി അന്നഹു മംനൂ മിന സർഫ്, ബാക്കി സ്ഥാനം. അത് ഖബറാണ് കേട്ടോ. അൻത ലമീറുൻ മുൻഫസിലുൻ മബ്നിയുൻ അലൽ ഫത്ഹി ഫീ മഹല്ലി റഫ്ഇൻ മുബ്തദഅ. അം ഹർഫു അത്ഫിൻ, അം എന്നുള്ളത് ഹർഫു അത്ഫിനാണ് കേട്ടോ. ചോദ്യത്തിലാണ് ഓർന്നുള്ള ആണോ, ഓർന്നുള്ള അർത്ഥത്തിലാണ് അമ്മ വരിക. മിനൽ ഹിന്ദി ജാറുൻ വ മജ്റൂറുൻ. ഈ ജാറുൻ വ മജ്റൂറുൻ നമുക്ക് വേണമെങ്കിൽ മറ്റേ ജാറുൻ വ മജ്റൂറിൽ അത്ഫ് ചെയ്യാം. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. യാ ഹർഫു നിദാ ഹാഷിമു മുനാദ, ഹാഷിമു മുനാദ. ഖാല ഹാഷിമുൻ, ഹാഷിം പറഞ്ഞു ഇന്നി മിനൽ ഹിന്ദി, തീർച്ചയായും ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. Indeed I am from India. ഇന്നി, ഇന്ന പ്ലസ് ആനയാണ് ഇന്നി. ഇന്ന ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. അയ്യ എന്താണ് അല്യാഉ, അല്യ ഇസ്മു ഇന്ന അങ്ങനെ പറയാം. ഇസ്മു ഇന്ന മൻസൂബ് എന്ന് പറയാം. അല്ലെങ്കിൽ അല്യാഉ ضمീറുൻ മുത്തസിലുൻ മബനിയുൻ അല സുകൂനി ഫി മഹല്ലി നസ്ബിൻ ഇസ്മു ഇന്ന. രണ്ട് രീതിയിലും പറയാം. എളുപ്പത്തിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു യാ ആണ് ഇസ്മു ഇന്ന, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് പഠിച്ചോളൂ. അല്യാഉ ضمീറുൻ മുത്തസിലുൻ മബനിയുൻ അല സുകൂനി ഫി മഹല്ലി നസ്ബിൻ ഇസ്മു ഇന്ന. മിനൽ ഹിന്ദി ജാറുൻ വ മജ്റൂറുൻ ഖബറു ഇന്ന. ഒന്നുകൂടി നന്നായി പറയുകയാണെങ്കിൽ ജാറുൻ വ മജ്റൂറുൻ ഫി മഹല്ലി റഫ്ഇൻ ഖബറു ഇന്ന. റഫിൻ്റെ സ്ഥാനത്താണ്, കാരണം എന്താ ഖബറു ഇന്നയാണ്. അങ്ങനെ പറയുന്നതാണ് കുറച്ചും കൂടി നല്ലത്. എന്തായാലും രണ്ടും ഞാൻ പറയുന്നുണ്ട്, കാരണം കുറേ പ്രയാസമായിട്ട് പിന്തിരിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതാണ് ഇങ്ങനെ പറഞ്ഞു പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, അപ്പോൾ അത്രയും മതി കേട്ടോ. അടുത്തത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലിടാം കേട്ടോ. ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നോ കേട്ടോ. സുബ്ഹാനക്കല്ലാഹ്, റെക്കോർഡ് ഉണ്ടായിരുന്നു.